വാസുവും ഗുണ്ടകളും മാധവന്റെ വീട്ടിലെത്തി. പ്രസാദ് രാജ് വിറക് വെട്ടി കീറുന്നു. എന്താ? വാസു നിന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. പ്രസാദ് രാജ് തന്നില്ലെങ്കിൽ? വാസു ഞങ്ങൾ പ്രഭു മുതലാളിയുടെ ആളാ. പ്രസാദ് രാജ് അവരെല്ലാം ഇടിച്ചിടുന്നു. ഗുണ്ടകളെ കൊണ്ട് വീട്ടുജോലികൾ ചെയ്യിക്കുന്നു. ഒരാൾ പാത്രം കഴുകുന്നു, മറ്റേയാൾ വിറക് വെട്ടിക്കീറുന്നു, മറ്റേയാളെ കൊണ്ട് തുണി കഴുകിക്കുന്നു. അവിടുള്ള പണി മുഴുവനും പ്രസാദ് രാജ് ഗുണ്ടകളെ കൊണ്ട് ചെയ്യിക്കുന്നു. പ്രസാദ് രാജ് അച്ഛനെയും കൂട്ടി ബൈക്കിൽ പ്രഭു മുതലാളിയുടെ വീട്ടിലേക്ക് എത്തുന്നു. വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നു. മാധവനെ കണ്ടതും രാജകുമാരിക്ക് വളരെ സന്തോഷമാകുന്നു. പ്രസാദ് രാജും മാധവനും ബൈക്കിൽ കയറി. പ്രസാദ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. മാധവൻ എന്നെ ഇത്രയും ഉപദ്രവിച്ചവനെ വെറുതെ വിടരുത്. അവൻ്റെ മോളെ നീ സ്നേഹിക്കണം. പ്രസാദ് രാജ് രാജകുമാരി പഠിക്കുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. കോളേജിൽ എല്ലാവർക്കും പ്രസാദിനെ വലിയ ഇഷ്ടമാകുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പ്രസാദ് എത്ര ശ്രമിച്ചിട്ടും രാജകുമാരി പ്രസാദിൻ്റെ വലയിൽ വീഴുന്നില്ല. ഗേറ്റ് കടന്ന് കോളേജിൻ്റെ മുറ്റത്തേക്ക് കാറ് വന്ന് നിന്നു. ഡോറ് തുറന്ന് രാജകുമാരി ഇറങ്ങുന്നു. ബുക്കും മാറോട് ചേർത്ത് അവൾ കോളേജിലേക്ക് നടക്കുന്നു. പ്രസാദ് രാജ് അവളുടെ അടുത്തേക്ക് വന്നു. ഹലോ, എന്താ പേര്? രാജകുമാരി മൈൻഡ് ചെയ്യാതെ പോകുന്നു. മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും പൂവും കുയിലും കൂട്ടിനു തേടുമ്പം പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പൂങ്കാവനമില്ല പൂത്തവ. ഇതിൻ്റെ ബാക്കി ഭാഗം ഇതേ സമയത്ത് നാളെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ടാറ്റാ.